ഹലോ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ജീവിതത്തിൽ സംഭവിക്കുക. അങ്ങനെയാണ് ഞാനിപ്പോൾ സമാധാനിക്കുന്നത്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ കുറച്ചധികം പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. സംഭവം എന്താ വെച്ചാൽ ഒരു ആക്സിഡന്റ് പറ്റിയതാണ്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതെന്താന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കാനും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. മൈൻഡ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോലി ചെയ്താലാണ് നമുക്ക് ഒരു ഇച്ചിരിയെങ്കിലും ആശ്വാസം കിട്ടുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഈ കഥ പറയുമ്പോൾ എനിക്കൊരു ഒരു സമാധാനം. അപ്പോൾ 25-ാം തീയതി എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ഞാനും എൻ്റെ അനിയനും കൂടി അച്ഛൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്കിതിന് മുന്നേ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അതൊരു മേജർ ആക്സിഡന്റ്. അത് പിന്നെ നമ്മൾ വേറെ കഥ പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് 2 വീലേഴ്സിൽ പൊതുവെ വണ്ടികളിൽ കയറുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവരുടെ അടുത്തും ഞാനിങ്ങനെ പറയും, അയ്യോ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കരുത്. എനിക്ക് സ്പീഡിൽ ഓടിക്കുന്ന വണ്ടിയിലേ ഞാൻ കയറില്ല. ഭയങ്കര പയ്യാണ് ഞാൻ ബാക്കിലുണ്ടെങ്കിൽ. 2 വീലേഴ്സിൽ അങ്ങനെ കയറലുണ്ടെങ്കിലും പയ്യാണ് പോകാൻ പറ്റുള്ളൂ. നമ്മളൊരു 30-35 സ്പീഡിലാണ് വരുന്ന ആക്റ്റീവേൻ്റെ വണ്ടിയിൽ തന്നെയാണ്. അപ്പം നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ വരുന്നു. എൻ്റെ വീടെത്താൻ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഓട്ടോ കുറേ പേർക്ക് ഇത് ചിലപ്പോൾ അറിയുന്നുണ്ട്, റിലേറ്റബിൾ ആയിരിക്കും. ഈ ഓട്ടോ ചേട്ടന്മാർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ചില ഓട്ടോ ചേട്ടന്മാർക്ക് കേട്ടോ, ചിലവർക്ക് അതില്ല. ഇൻഡിക്കേറ്റർ ഇടാതെ അവരങ്ങ് തിരിയും. നമ്മൾ ഫ്രണ്ടിൽ പോകുന്നൊരു വണ്ടി നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി നിർത്തിയിട്ട്, ഇതും എൻ്റെ അനിയൻ പറഞ്ഞതാട്ടോ. കാരണം ഞാൻ ആ ടൈമിൽ എന്തൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തതയൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു. നമ്മൾ അടുത്ത് ചെന്നപ്പോൾ അവർ നോക്കാണ്ട് അവർ റൈറ്റിലോട്ട് തിരിച്ചു. അപ്പം ഞങ്ങൾ അത്രയും പതുക്കെ വന്നതെന്നുള്ളതുകൊണ്ട് അവന് അത്യാവശ്യം അവൻ നല്ല രീതിക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ടും അവൻ വേഗം വണ്ടി വെട്ടിച്ചു ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ സ്കൂട്ടിയിൽ ശ്രദ്ധിച്ചറിയാം, ഇങ്ങനെ ഓടിക്കുമ്പോൾ ഈ ഒരു ഭാഗം, അതേപോലെ പുറകിലിരിക്കുന്ന ആളുടെ കാല്, ആ പോർഷൻസ് ഒക്കെ പുറത്തായിരിക്കും, വണ്ടിയുടെ പുറത്തായിരിക്കും. അപ്പൊ നേരെ എൻ്റെ കാലൊന്ന് വണ്ടിയിൽ ഇടിച്ചു. അവൻ്റെ കൈ ചെറുതായി ഇടിച്ചു. അവൻ ഇങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും ചെറുതായി ഇടിച്ചുള്ളൂ. പക്ഷെ എൻ്റെ കാല് നല്ല രീതിക്ക് എന്ന് ഓട്ടോയിൽ ഇടിച്ചു. വണ്ടി ഇടിച്ചില്ല, ഓട്ടോയിൽ നിന്ന് ഒരൊറ്റയിട്ടി. പിന്നെ പണ്ട് മുതൽക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഇച്ചിരി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പൊട്ടലുകളെ വരുത്തലുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ പൊട്ടൽ പറഞ്ഞാൽ മുട്ടിൻ്റെ ബോണ്, ആ ജോയിൻ്റ് ഉള്ള ബോണ് അകത്തോട്ട് പൊട്ടിയിട്ട്, ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചു തരാം എന്തെങ്കിലും അതിൻ്റെ കിട്ടുകയാണെങ്കിൽ. അങ്ങനെ ഒരു ക്രാക്കായി, നല്ലൊരു പൊട്ടലായി. അപ്പോഴേക്കും കാല് ബലൂൺ പോലെ അങ്ങോട്ട് വീർത്തു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അനിയൻ അപ്പോഴേക്കും ഇറങ്ങിയിട്ട് ഓട്ടോക്കാരെ ചീത്ത വിളിക്കുക, നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അവനെ വിളിച്ചിട്ട് നമ്മൾ നേരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ അത്ര സാറ്റിസ്ഫൈ ആയിരുന്നില്ല ഞാൻ. എനിക്ക് കാലെന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റ്, സഹിക്കാൻ പറ്റാത്ത വെയിറ്റും സഹിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഷേപ്പായി പോയി കാല്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ട്രീറ്റ്മെന്റ് എല്ലാം അൽഷിഫ പെരിന്തൽമണ്ണയാണ്. അപ്പൊ മുന്നത്തെ സർജറിയിൽ ഞാൻ അത്രയ്ക്ക്, ഇപ്പൊ എനിക്കും എൻ്റെ അച്ഛനും ഉണ്ടായ സർജറിയിലൊക്കെ ബാക്കി എല്ലാവരും വിചാരിക്കുന്നതിനേക്കാൾ മേലെ പെട്ടെന്ന് റിക്കവറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സെബീർ അലി സാറിൻ്റെ യൂണിറ്റിലാണ് എനിക്ക് സർജറി 2 നടന്നത്. ഇപ്പോൾ സാറ് ഭയങ്കര ട്രസ്റ്റാണ് എനിക്ക് സാറിന്. അപ്പം ഞാൻ അപ്പം തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞാൻ അൽഷിഫയ്ക്ക് പോകണം, എനിക്ക് സാറ് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഫൈനാണ്, എനിക്ക് അല്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ എനിക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞു. അവിടെ നേരെ ഇവിടെ എത്തി. ഒരു വൈകുന്നേരം ഒരു 4:30 അവിടെ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ. ഇവിടെ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 9:30 ആയി, 9 മണിയായി. ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ബ്ലഡ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്, നമുക്കത് അതുകൊണ്ടാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ട്, നമുക്കത് എന്തോ ഒരു പ്രോസസ്സ് പറയും, ഒരു കുത്തി എടുക്കണം എന്നൊക്കെ. എൻ്റെ കിളിയൊക്കെ പോയി. അപ്പോഴും എൻ്റെ ടെൻഷൻ പറഞ്ഞാൽ ദൈവമേ എനിക്ക് നടക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ അനുഭവിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ടെൻഷനായി തുടങ്ങി, എനിക്ക് നടക്കാൻ പറ്റില്ല, എൻ്റെ കാല്. ഓവർ തിങ്കിങ് അല്ല ഗൈസ് അത്. കാരണം ഒരു ട്രോമ, എനിക്ക് 3 years ആയിട്ടുള്ളൂ എൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട്. ആ ട്രോമയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വന്നതെന്ന് ആ ടൈമിൽ എൻ്റെ കൂടെ നിന്ന കുറച്ച് വ്യക്തികളുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട്. പിന്നെ ആ സമയത്ത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ആൾക്കൊക്കെ അറിയില്ല, ആളൊക്കെയാണ് അവനെ നടത്താൻ പഠിപ്പിച്ചതും. ലൈക്ക് അങ്ങനെ എല്ലാവരുടെയും ചേർന്നൊരു എഫേർട്ടായിരുന്നു ഞാൻ 2ാമത് നടന്നത്. ഇതെന്ന് പറയണത് ഇത്രയും നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ, ഞാൻ അതിന് ശേഷം
എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും ജസ്റ്റ് നമ്മൾ അടുത്ത കടയിലേക്ക് പോകുമ്പോൾ പോലും ഞാൻ നമ്മുടെ അടുത്ത് പറയാം അമ്മ ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹെൽമെറ്റ് വെക്കണം എത്ര അടുത്തേക്കാണ് അങ്ങനെ വിചാരിച്ച് അത്രയും സൂക്ഷിക്കുന്ന ഒരാളാണ്. വണ്ടി പുറത്തേക്ക് ഇറക്കലില്ല. ഇതിങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും കൂടി അല്ല പറ്റിയത്, നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാനില്ല. എന്നിട്ട് ഇവിടെ ഡോക്ടർമാർ പറഞ്ഞു CT എടുക്കാം, CT എടുത്താലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. CT എടുത്തപ്പോൾ പറഞ്ഞു അത്യാവശ്യം നല്ല പൊട്ടലുണ്ട്, നമുക്ക് എന്തായാലും സർജറി വേണ്ടിയിരുന്നു. അപ്പം തന്നെ മൈൻഡ് ഫ്ലിപ്ഡ് ആയിപ്പോയി. കാരണം സർജറി എന്ന് പറയുന്നതിൽ ഏറ്റവും നമ്മൾ പേടിയുള്ള പാർട്ടാണ് സർജറി. പെട്ടെന്ന് കഴിയും. പിന്നെ ഇവിടെ കാരണം ഐ ഫീൽ വെരി സേഫ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബെഡ് റെസ്റ്റ് കാര്യങ്ങൾ, കുറേ നമ്മുടെ കാത്തറ്റർ ഇടുന്നത്, ഇതൊക്കെ ഓൾറെഡി ട്രോമറ്റൈസ്ഡ് ആണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ വർക്ക്സ് എല്ലാം മുടങ്ങും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് നിന്ന് പോവുക, നമ്മൾ ലൈഫിൽ അങ്ങ് സ്റ്റക്കായി പോവുക. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ നമുക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓവർ തിങ്ക് ചെയ്ത് കുറച്ച് നേരം കരയാന്നല്ലാതെ എൻ്റെ അപ്പുറത്തോട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ കരയിലൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സർജറി കഴിഞ്ഞു. ഇംപ്ലാന്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതാ കാലിങ്ങനെ, ഇതാണ് അവസ്ഥ. ഇനി എനിക്കറിയില്ല എത്ര ടൈം എടുക്കും എക്സാക്ട്ലി ഇതൊന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ പിക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. പക്ഷേ പുറത്തേക്ക് വരണം, എനിക്ക് എന്തായാലും വരും. സാറിൻ്റെയും ഇവിടുത്തെ എല്ലാവരും കേട്ടോ എന്നെ എനിക്കറിയാം എടുത്ത് കിണറ്റിലിടാൻ കാണിക്കുന്ന സ്വഭാവങ്ങളായിരുന്നു ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. കാരണം കരച്ചിൽ പിഴിച്ചില്ല. പക്ഷെ ഇവിടുത്തെ നേഴ്സസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നേഴ്സുമാര്, ഈവൻ നമ്മുടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിമാര്, ലാബിലുള്ള ചേട്ടന്മാര്, എക്സ്റേ ഉള്ള ചേട്ടന്മാര്, ഫിസിയോതെറാപ്പിയുടെ, എല്ലാവരും ഭയങ്കര കൈൻഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് സാറേ, കാരണം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ കുറേ പേര് നമുക്കുണ്ടാവുമല്ലോ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ കുറേ പേര് എന്താ വെച്ചാൽ അവൾക്ക് തന്നെ എന്താ എപ്പോഴും ഇത് വരുന്നത്, അവൾക്ക് ഇതിപ്പോൾ എനിക്ക് ഓക്കെ എൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞു, ഓക്കെ അതിൻ്റെ 3 വർഷമായി, ഇനി ഒരു അടുത്ത ആക്സിഡന്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്നതല്ലോ. അങ്ങനെ ഒരു ഓവർ സ്പീഡോ നമ്മൾ അങ്ങനെ ഒരു കുന്തളിപ്പ് കാണിച്ച് വീണതും അല്ല. പക്ഷെ അങ്ങനത്തെ ഒക്കെ രീതിയിലായി. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈൻഡായിട്ട് എൻ്റെ അടുത്ത്, ഞാൻ എത്ര കരഞ്ഞാലും എത്ര ഇതാണെങ്കിലും മീൻസ് എപ്പോഴും ഞാൻ ഇല്ല കുഴപ്പമില്ല ഇതൊക്കെ അങ്ങനെ തന്നെയാണെന്ന് പറയാലും ഭയങ്കര പോസിറ്റീവായിട്ടും നിന്നുകൊണ്ട് എൻ്റെ സർജറി സക്സസ്ഫുൾ ആയി. അതേപോലെ പറയാൻ വേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് വ്യക്തിയുണ്ട്, സാന്ദ്ര. അവൾക്ക് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി എങ്ങനെയാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ സഹിച്ചെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ അലമ്പായിരുന്നു ഞാൻ, കരച്ചില് പിഴിച്ചില് അങ്ങനെ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല, കരച്ചിലും പിഴിച്ചിലും. പക്ഷെ ആ കുട്ടി കൂടെ നിന്ന് അങ്ങനെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡിസ്ചാർജൊക്കെ എന്നാവാന്ന് അറിയില്ല. അപ്പം ഇതാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇപ്പം ഇത്രയും നോക്കിയിട്ട് എന്താ ഉണ്ടായത്, നിനക്ക് പിന്നെ ഇത് വന്നില്ലേ എന്ന് ചോദിച്ചവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് പറയാനുള്ളതും എല്ലാവരുടെ അടുത്തേക്ക് ഈ വീഡിയോ കാണുന്നപ്പോൾ ഒരു 10 പേരാണ് ഈ വീഡിയോ കാണുന്ന വെച്ചേക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് ആ ഒരു പേടിയുള്ളത് കൊണ്ടും ഞങ്ങൾ പതുക്കെ വരുന്നത് കൊണ്ടുമാണ് ഞാൻ ഇതിലും വലിയ അപകടത്തിലേക്ക് പോകാതിരുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇടിച്ച് തെറിച്ചേനെ. അപ്പോൾ ആക്സിഡന്റ് പറ്റുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കൺട്രോളിലുള്ള കാര്യമല്ല, ശരിയാണ്. പക്ഷെ അത് നമ്മളൊരു കുറേ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ആഴം കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഞാൻ പറയണേ, നിങ്ങൾ ഇപ്പോൾ എന്നിട്ട് അവര് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല എന്നല്ല. പക്ഷെ ഞാൻ പറയണത് ആ ഒരൊറ്റ വ്യക്തിയുടെ, അവർക്കും മക്കളുണ്ട്, അവരൊരു ഫാമിലി മാൻ ആണെന്ന് തോന്നുന്നു, ഒരൊറ്റ വ്യക്തിയുടെ അശ്രദ്ധ കൊണ്ട് ഇപ്പോൾ ഞാൻ ഇന്നും പറഞ്ഞു എൻ്റെ ലൈഫിൻ്റെ ഇത്രയും വലിയൊരു പാർട്ടാണ് എനിക്ക് മിസ്സാവുന്നത്. ഒരു 3 മാസം അല്ലെങ്കിൽ ഈ ഒരു വേദന, നല്ല വേദന ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, നല്ല പെയിൻ ഉണ്ട്. പെയിൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ 25-ാം തീയതിയാണ് ഇത് പറ്റിയത്. ഇന്ന് വരെ ഞാൻ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഉറങ്ങിയിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. വേദന പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന. ഞാനിങ്ങനെ കരച്ചില ഇവിടെ. അത് പറയാം, നിങ്ങളുടെ ഒരു നേരത്തെ ആ ശ്രദ്ധക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആ മിറർ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എടുത്തിരുന്നെങ്കിൽ
എനിക്കിത് പറ്റില്ലായിരുന്നു. അങ്ങനെ ഓരോരുത്തരും നമ്മൾ റോട്ടിക്ക് വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവനും നമ്മുടെ സംഭവത്തിനും മാത്രമല്ല നമ്മൾ റെസ്പോൺസിബിൾ. ചിലപ്പോൾ നടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഇതേപോലെ ഒന്നും ചെയ്യാതെ ഒരു ഒരു ഒന്നും അറിഞ്ഞുകൂടാതെ പോണവരായിരിക്കാം, നമ്മൾ അവരായിരിക്കും ഇടിച്ചിടുന്നത്. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കണം. സോ എനിക്ക് ആരൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ വണ്ടിയിൽ പോകുന്നുണ്ട്, അവരോടൊക്കെ പറയാനുള്ളത് അതാണ്, ബി സേഫ്. കാരണം ഇതൊരു സെക്കൻഡ് കൊണ്ടാ പറ്റിയത്, ഒറ്റ സെക്കൻഡ് കൊണ്ട് പറ്റിയ കാര്യമാണ്. പക്ഷെ ഇനി ഇത് നേരാവണമെങ്കിൽ അത്രയും ടൈം എടുക്കും. സോ യാ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ടൊരു ക്യാപ്സ്യൂളാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ടീവ് ആയിരുന്നുണ്ട്. അമലു എപ്പോഴും പറയണ പോലെ അമലു വന്നിട്ടുണ്ടായിരുന്നു, റോഷന പിന്നെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, അജിത്ത്, ആസർ, എല്ലാവരും സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. സോ യാ, അങ്ങനെ ഉണ്ട്. ഞാൻ എടുത്തെടുത്ത് പറയല്ല, എല്ലാവരും കുറേ പേര് വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, കുറേ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ശരത്തിൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ട്. അമലുവിൻ്റെ ബർത്ത്ഡേ വരുമായിരുന്നു, അതിന് നമ്മൾ ഇതേപോലെ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ എനിക്കുണ്ട്. ഇനിയിപ്പോൾ എന്താ നോക്കാം, എന്താണ് ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ ഞാൻ. അപ്പം അത്രയേ ഉള്ളൂ. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. സോ യാ, ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരും കേട്ടോ. നിങ്ങൾ കാണണം, ഈ അവസ്ഥയിൽ എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബൈ.